ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എൻ്റെ പുതിയ വീടിൻ്റെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. രാവിലെ ഉറങ്ങി എണിച്ചൊരു കോട്ടോയെ വിട്ട് തലയാണി പുതപ്പും വിരിപ്പും മടക്കി വെച്ച് നേരെ പോയത് പല്ല് തേക്കാനും മോൻ കഴുകാനാണ്. ശേഷം നമ്മൾ കിച്ചണിൽ പോയി ചായൻ്റെ വരെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങുന്നത് നമ്മൾ നേരെ പാത്രം കഴുകലാണ്. രാവിലെ തന്നെ പാത്രങ്ങൾ കഴുകി വെച്ചാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. കിച്ചനും ആ സമയത്ത് തുടച്ച് വൃത്തിയാക്കും വേണം. ചൂലും കൊണ്ട് നേരെ റൂമിലേക്കാണ് പോകുന്നത്. എൻ്റെ ബെഡ്റൂം ഇതായതുകൊണ്ട് റൂം മൊത്തം വൃത്തിയാക്കിയ ശേഷം ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത് അതും അറേഞ്ച് ചെയ്ത് നേരെ ഹാളിലേക്കാണ് പോയത്. ഹാള് വലിയ ഹാളും സിറ്റ് ഔട്ടും ആയതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ വൃത്തിയാക്കണം. ഞാൻ പണിയെടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാട്ടി കൊണ്ട് നിങ്ങൾ ഇട്ടാലും നിങ്ങൾ ജീവിക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. വീട് മുഴുവൻ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലോണം വേർത്ത് കുളിക്കാൻ തുടങ്ങി. അടുത്ത പണി അലക്കരായതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റ് മതി. എന്താ പറഞ്ഞാൽ കറണ്ടും ലാഭിക്കാൻ നല്ല വ്യായാമമാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു മോനായതുകൊണ്ട് തന്നെ വീട്ടിലത്തെ എല്ലാ പണികളും എന്നോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പണികളും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത് എന്താ പറഞ്ഞാൽ ആൺകുട്ടികളൊന്നും പെമ്പിള്ളേരുടെ പണി ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ എല്ലാ പണികളും ചെയ്ത് ശീലിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അന്ന് ഞാനൊരു ആണാണ് പെണ്ണെല്ലാം വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പണികളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയൂല. എനിക്ക് അവിടെ പോയി ചെയ്യുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുവാണെങ്കിൽ ചെയ്യാൻ ഭയങ്കര നാണക്കേടുമായിരിക്കും. ഇന്ന് എനിക്ക് ഒരു നാണക്കേടും ഇല്ല. എല്ലാ പണിയും എനിക്ക് ചെയ്യാൻ കഴിയും. വീട്ടിലത്തെ പണികൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ആണ് പെണ്ണാവൂല പെണ്ണാണാവൂല. ഈ ആൾക്കാർ പറയുന്ന മണ്ടത്തരൊന്നും കേൾക്കാൻ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.